എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ചൂടിന് കുടിക്കാവുന്ന നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഡ്രിങ്കാണ്. ഇതിനു വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ കുറച്ച് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. വളരെ കുറച്ച് മുന്തിരി വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് പേർക്കുള്ള ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പുളിപ്പിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എത്രത്തോളം വെള്ളം എടുക്കുന്നുവോ അതനുസരിച്ച് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറിയ കഷ്ണം പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പച്ചമുളക് ഒരുപാട് എരിയുന്ന ആ ഒരു വിധത്തിൽ ചേർക്കേണ്ട, ചെറിയൊരു കഷ്ണം മതി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്നരിച്ചെടുക്കുക. നമ്മൾ മുന്തിരി അടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്താൽ മതി, എന്നാലേ നന്നായിട്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് കുതിർത്തി വെച്ചിട്ടുള്ള കസ്കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് നല്ല തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റിഫ്രഷിംഗ് ഡ്രിങ്ക് റെഡിയായത്. അപ്പോൾ വളരെ കുറച്ച് മുന്തിരി വെച്ചിട്ട് നമുക്കിതാ ഇതേപോലെ ഒരുപാട് പേർക്കുള്ള നേച്ചുറൽ കളറുള്ള വെള്ളം റെഡിയാക്കി എടുക്കാം കേട്ടോ. ശരിക്കും ഇത് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്ന പാർട്ടികളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് നല്ല റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.